ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നിൻ്റെ മേലുള്ള അനുഗ്രഹം നിൻ്റെ മേൽ തന്നെ വരും, അത് വേറെങ്ങും പോവുകയില്ല. 1 ശമൂവേലിൻ്റെ പുസ്തകം 16-ാം അധ്യായത്തിൻ്റെ 12-ാം വാക്യത്തിൽ സഹോദരന്മാരുടെ നടുവിൽ വെച്ച് അവനെ അഭിഷേകം ചെയ്തു. യഹോവയുടെ ആത്മാവ് അന്നു മുതൽ ദാവീദിന്മേൽ വന്നു. ദൈവത്തിൻ്റെ ആത്മാവ് ഒരു മനുഷ്യനിൽ വരുമ്പോഴാണ് അവനിലേക്ക് ദൈവീയ അഭിഷേകം വരുന്നത്. ആ ദൈവീയ അഭിഷേകം ലഭിച്ചവർ വളരെ സൂക്ഷ്മതയോടെ ജീവിക്കേണ്ടവരാണ്. അത് മറ്റുള്ളവർക്ക് ആ അഭിഷേകത്തിൻ്റെ ശക്തി കൊടുക്കുവാനുള്ളവരാണ്. അഭിഷേകം ലഭിക്കുമ്പോൾ അഹങ്കാരികളായി തീർന്ന് തകർന്നടിയുന്ന അനേക അനുഭവങ്ങൾ ലോകമെമ്പാടും കാണാൻ സാധിക്കും. അഭിഷേകം വിനയത്തിൻ്റെ ചിഹ്നമാണ്. യേശു കർത്താവ് വിനയാതീതനായതുപോലെ എൻ്റെ മുഖം മൃദുവും എൻ്റെ ചുമട് ലഘുവാകുന്നുവെന്ന് കൽപ്പിച്ച ആ അഭിഷേകത്തിൻ്റെ ശക്തി, നീ ഭാരപ്പെട്ട് പ്രയാസപ്പെട്ട് നിൻ്റെ അഭിഷേകം വേറെ വല്ലവരും കൊണ്ടുപോകുന്നു, നിൻ്റെ അനുഗ്രഹം വേറെ വല്ലവരും കൊണ്ടുപോകുന്നു, അല്ലെ നിനക്ക് കിട്ടിയ വീതം വല്ലവരും കൊണ്ടുപോകുന്നു, അല്ലെ നിനക്ക് കിട്ടേണ്ടതായിരുന്നു അത് നഷ്ടപ്പെട്ടെന്നു അങ്ങനെ ഭാരപ്പെട്ടിരിക്കുന്നെങ്കിൽ നീ പേടിക്കരുത്, ഭയപ്പെടരുത്. നീ ദൈവത്തിൽ ആശ്രയിച്ച് ദൈവത്തിൽ വിശ്വാസമുള്ളവനാണെങ്കിൽ, ദൈവത്തിൽ മാത്രം ശരണപ്പെട്ട് അതിൻ്റെ ജീവിതം ക്രമീകരിച്ച് വിശുദ്ധ ജീവിതം നയിച്ച് മുൻപോട്ട് കൊണ്ടുപോകുന്നവനാണെങ്കിൽ നിന്നിലുള്ള അഭിഷേകം നിനക്ക് തന്നെ വരും. ആര് ലോകം പറയുന്നത് പോലെയല്ല. ലോകത്തിൻ്റെ കമൻറ്റുകൾക്ക് അവിടെ യാതൊരു വിലയുമില്ല. ദൈവം ഇടപെടുമ്പോൾ ആർക്കും അതിനെ തടയാനൊക്കെയില്ല. ആ ദൈവീയ ഇടപെടലാണ് നിൻ്റെ മേൽ പകർന്നിരിക്കുന്നത്. അതുകൊണ്ട് നിനക്ക് ഇന്ന് ലഭിച്ചിരിക്കുന്ന അഭിഷേകം, ആ ദൈവീയ അഭിഷേകത്തിൻ്റെ ശക്തി നിൻ്റെ മേൽ വ്യാപരിച്ചിരിക്കുന്നത്, അത് ലോകത്തിൽ അനേകർക്ക് അനുഗ്രഹമായി തീരട്ടെ. കണ്ണുകടയ്ക്കാൻ പ്രാർത്ഥിക്കാം. കർത്താവേ, ഈ വചനം കാണുന്ന കേൾക്കുന്ന പ്രിയപ്പെട്ടവരുടെ മേലുള്ള അഭിഷേകങ്ങൾ, അനുഗ്രഹങ്ങൾ അവരാരാവിരുന്നാലും ഏത് സ്ഥാനത്തിരുന്നാലും കർത്താവേ, അത് ദൈവത്തിൻ്റെ ദാനമായി ലഭിച്ചതാണെന്ന് മനസ്സിലാക്കി അതിനെ വിനയപ്പെടുവാനായിട്ട് സഹായിക്കണമേ. അതിൽ ശരണപ്പെടുവാൻ സഹായിക്കണമേ. ദൈവത്തിൽ മാത്രം ആശ്രയിക്കുവാൻ സഹായിക്കണമേ. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി വ്യാപരിച്ചു കൊള്ളണമേ. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ കൃപ വ്യാപരിച്ചു കൊള്ളണം. അത്ഭുതകരമായി അതിശയകരമായി പരിശുദ്ധാത്മ ശക്തിയിൽ നിറച്ചു കൊള്ളണമേ. പരിശുദ്ധാത്മ കൃപ കൊണ്ട് നിറച്ചു കൊള്ളണമേ. ഏറിയ കൃപ കൊണ്ട് അത്ഭുത ശക്തിയാൽ നിൻ്റെ മക്കളെ നിറച്ചു കൊള്ളണം. ഞങ്ങളുടെ മുഖ്യമന്ത്രി, ഗവർണർ, പ്രധാനമന്ത്രി, ലോകരാജ്യങ്ങളുടെ പ്രസിഡന്റുമാർ, പ്രധാനമന്ത്രിമാർ, വിവിധ സംസ്ഥാനങ്ങളുടെ മുഖ്യമന്ത്രി, MP-മാർ, MLA-മാർ, ബഹുമാനമുള്ള കോടതികൾ, വക്കീലിമാർ, ലോകമെമ്പാടും സുവിശേഷം പ്രഘോഷിക്കുന്നവർ, വിവിധ ചാനലുകളിൽ ജോലി ചെയ്യുന്നവർ, ഫോട്ടോഗ്രാഫേഴ്സ്, WHO, ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ്, റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ്, പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ്, അർദ്ധ ഗവൺമെൻറ് സ്ഥാപനങ്ങൾ, ആശുപത്രികൾ, ഡോക്ടേഴ്സ്, നഴ്സ്, മറ്റ് സ്റ്റാഫുകൾ, മരുന്ന് കമ്പനിക്കാർ, മരുന്ന് കച്ചവടക്കാർ, മരുന്ന് വിതരണക്കാർ, ആംബുലൻസ് സർവീസ്, വഴിയോര കച്ചവടക്കാർ, ഒറ്റപ്പെട്ട ജീവിതം നയിച്ച് ഏകാന്തതയിലായിരിക്കുന്നവർ, ബെഡിഡനായിട്ടുള്ളവർ, വിശ്രമജീവിതം നയിക്കുന്നവർ, അധ്യാപകർ, അനധ്യാപകർ, പ്രഥമാധ്യാപകർ, എപ്പേർപ്പെട്ടവർക്ക് കർത്താവിൻ്റെ കരുണ കൃപ കൂടെ ഇരുന്ന് വഴി നടത്തി അഭിഷേകത്തിൻ്റെ ശക്തി വ്യാപരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഏത് അവസ്ഥയിലാണെങ്കിലും, മരണക്കിടക്കയിലാണെങ്കിലും, ഏതവസ്ഥയിലാണെങ്കിലും ആ അഭിഷേകത്തിൻ്റെ ശക്തി നിൻ്റെ മക്കളിലേക്ക് വ്യാപരിക്കട്ടെ. യേശുവെ നന്ദി, യേശുവെ സ്തോത്രം, യേശുവെ ആരാധന, യേശുവെ മഹത്വം. യേശു മൂലം പ്രാർത്ഥന കേൾക്കണം നല്ല പിതാവേ, ആമീൻ. ഗോഡ് ബ്ലസ് യു. തീരാത്ത കനിവിൻ്റെ കനലാണു തീക്കനൽ, അണയുവാനൊരുങ്ങും ഈ ചാരത്തെ അഗ്നിയായി മാറ്റിടും തീക്കനൽ. തീക്കനൽ